Hello, hi friends. Next video, India's air cargo hubs and facilities. മേജർ എയർ കാർഗോ ടെർമിനൽസ് എവിടെയാണെന്നാണ്. അപ്പോൾ ഫസ്റ്റ് വൺ നമ്മുടെ ഇന്ത്യയിലുള്ള കാർഗോ ഹബ്ബുകളും ഫെസിലിറ്റീസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ എവിടെയൊക്കെയാണ് നമ്മുടെ എയർ കാർഗോ ടെർമിനൽസുകൾ ഉള്ളത് അതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഫസ്റ്റ് വൺ പറയുന്നത് തന്നെ ഇന്ദിരാഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ട്, ഡൽഹി. അതിൻ്റെ സ്ഥാനമെന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലുതും തിരക്കേറിയതുമായ കാർഗോ ടെർമിനലാണിത്. പ്രതിവർഷം 10 ലക്ഷം മെട്രിക് ടണ്ണിലധികം ചരക്ക് കൈകാര്യം ചെയ്യുന്നു. പെട്ടെന്ന് കേടാകുന്ന പെരിഷബിൾസ്, എക്സ്ട്രാ കാർഗോ എന്നിവയ്ക്കായി പ്രത്യേക വിഭാഗങ്ങളുണ്ട്. പെരിഷബിൾ ഗുഡ്സിനായി പ്രത്യേക വിഭാഗങ്ങൾ തന്നെയുണ്ട്. പിന്നെന്താണ്, പ്രധാന ഉപയോക്താക്കളെന്ന് പറയുന്നത് ഇ-കൊമേഴ്സ് കമ്പനികൾ, ഓട്ടോമൊബൈൽ, ഫാർമസ്യൂട്ടിക്കൽ കയറ്റുമതിക്കാരൊക്കെയാണ്. ഓക്കെ, നെക്സ്റ്റ് ഛത്രപതി ശിവജി മഹാരാജ് ഇൻ്റർനാഷണൽ എയർപോർട്ട്, മുംബൈ. ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ കാർഗോ ടെർമിനലാണ്. വജ്രങ്ങൾ, ആഭരണങ്ങൾ, ഇലക്ട്രോണിക്സ് തുടങ്ങിയ വിലപിടിപ്പുള്ള വസ്തുക്കൾ, ഹൈ വാല്യൂ ഐറ്റംസ് കൈകാര്യം ചെയ്യുന്നതിൽ മുന്നിലാണ്. ഉയർന്ന സുരക്ഷയുള്ള സോണുകളും വിലപിടിപ്പുള്ളവ സൂക്ഷിക്കാനുള്ള പ്രത്യേക നിലവറകളും ഇവിടെയുണ്ട്. നെക്സ്റ്റ്, കെംപേഗൗഡ ഇൻ്റർനാഷണൽ എയർപോർട്ട്, ബാംഗ്ലൂരു. ദക്ഷിണേന്ത്യയിലെ പ്രധാന കാർഗോ ഹബ്ബാണ്. പഴങ്ങൾ, പൂക്കൾ തുടങ്ങിയ പെട്ടെന്ന് കേടാകുന്ന സാധനങ്ങളും IT ഹാർഡ്വെയറുകളും കൈകാര്യം ചെയ്യുന്നതിൽ ശ്രദ്ധേയമാണ്. ഓട്ടോമേറ്റഡ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് സിസ്റ്റം, ഡിജിറ്റൽ ഡോക്യുമെൻറ്റേഷൻ എന്നിവ ഇവിടുത്തെ പ്രത്യേകതയാണ്. നെക്സ്റ്റ്, രാജീവ് ഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ട്, ഹൈദരാബാദ്. മരുന്നുകളുടെയും ലൈഫ് സയൻസ് ഉൽപ്പന്നങ്ങളുടെയും പ്രധാന ഹബ്ബാണ്. ഫാർമ സോൺ, മരുന്നുകൾ സൂക്ഷിക്കാനായി +15°C മുതൽ -20°C വരെ ക്രമീകരിക്കാവുന്ന അത്യാധുനിക കോൾഡ് സ്റ്റോറേജ് സൗകര്യമുണ്ട്. കോവിഡ് സമയത്ത് വാക്സിൻ വിതരണത്തിൽ കോവാക്സിൻ ഈ വിമാനത്താവളം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ്, നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഇൻ്റർനാഷണൽ എയർപോർട്ട്, കൊൽക്കത്ത. വടക്കുകിഴക്കൻ ഇന്ത്യയുടെ പ്രധാന പ്രവേശന കവാടം. തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുമായുള്ള വ്യാപാരത്തിന് ഇത് സഹായിക്കുന്നു. ചായ, വസ്ത്രങ്ങൾ, മത്സ്യോൽപ്പന്നങ്ങൾ എന്നിവ ഇവിടെ പ്രധാനമായും കൈകാര്യം ചെയ്യുന്നു.